പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുന്നു. കർത്താവ് എന്തുമാത്രം മനുഷ്യരാണെന്നറിയോ ഇതുവഴി അനുഗ്രഹിക്കുന്നത്. തന്നെയല്ല മക്കളെ, നമ്മൾ ഒരു പ്രാർത്ഥനയിൽ രാവിലെ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രതിഷ്ഠിച്ച് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ എന്ത് സുഖമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ദാനമായിട്ട് കരുതണം. കർത്താവെ, ശിരസ് നമ്മ ചങ്ങട നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ, അലിപ്പ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് കരുണ അങ്ങയുടെ മക്കളിലേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പലരും കർത്താവ് ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്, അങ്ങേ മറന്ന് ജീവിച്ചിട്ടുണ്ട്, അങ്ങേ അറിഞ്ഞിട്ടും അറിയാത്ത രീതി അഭിനയിച്ചുകൊണ്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി അങ്ങേ തള്ളിപ്പുറം ജീവിച്ചിട്ടുണ്ട്. നോൻപ് കാലത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവ്, ഇനി ഞങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ നിൻ്റെ സഹിത്വം ചേർന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ചുകൊള്ളാവുന്ന പരിശുദ്ധയുടെ മാധ്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സകല പുണ്യാളന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങയുടെ ദിവസം പതിഞ്ഞ് ചെയ്യുന്ന കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രമുണ്ടാക്കട്ടെ. കർത്താവ് പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് യാത്ര ചെയ്യുന്നവർ മുഴുവനെ അങ്ങേക്ക് തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓഫീസുകൾ, കോളേജുകൾ, സ്കൂളുകൾ, പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവിടെ പോകുന്ന എല്ലാ മക്കളെയും, പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൃത്യമായി ഓർമ്മശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ച പരീക്ഷയെ പ്രതിഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിക്കാമെന്ന് അറിയത്തില്ലെങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ ഇടയാക്കണമേ. അതുപോലെ അതിനെ പഠനത്തിൽ അല്പം പുറകെയായിപ്പോയി മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനി അവർക്കൊരു പരീക്ഷ പഠിക്കാനൊരു അവസരം കിട്ടിയാൽ അവർ ഇന്നത്തെ ഒരു ഉഴപ്പത്തിൽ നല്ലപോലെ പഠിച്ചോളാമെന്ന് അങ്ങയോട് പറയുന്ന അനേകം മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. ഇനി എല്ലാം കർത്താവ് നിൻ്റെ കൈകളിലാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. അതുപോലെ ജോലിക്ക് പോകുന്നവർ ആശീർവദിക്കുന്നു. ജോലിയിൽ ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്. ജോലി ടെർമിനേറ്റ് ചെയ്യണോ, എഴുതി കൊടുക്കണോ, ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ, പേപ്പർ ഇടണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായി തീരുമാനം എടുക്കാൻ കർത്താവ് അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെയും സമ്മർദ്ദം അകപ്പെട്ട് കർത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭത്തെ ശിശുവിന് എന്തെങ്കിലും തകരാറുകളോ, ഗർഭത്തെ ശിശുവിന് ഹൃദയത്തിൻ്റെ ഹോളുകളോ, ഓട്ടിസത്തിൻ്റെ സൂചനകളോ, വളർച്ചക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഒക്കെ വന്നു പോയിട്ടുള്ളവർ, ഗർഭാപോഷന് വേണ്ടി പറഞ്ഞിട്ടുള്ളവർ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അമ്മ പരിശുദ്ധ അമ്മ കൃപാസന നൽത്താറി അവിടുന്ന് ചെന്ന് അമ്മ അവരെ സ്പർശിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് കർത്താവ് സന്ധിപ്പ് കൊടുക്കണം, സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓപ്പറേഷൻ വിധേയമാകുന്ന പേഷ്യൻസ് ഉണ്ട് കർത്താവ്. കരരോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹൃദയരോഗികളുണ്ട്, ശിരസ്സിന് മുഴകളുള്ളവരുണ്ട്, ഞരമ്പുകൾ സിസ്റ്റുകളുള്ളവരുണ്ട്, പിസ്റ്റുകളുണ്ട്, പിസ്റ്റുല രോഗികളുണ്ട് കർത്താവ്, നടുവേദനക്കാരുണ്ട്. അവരെല്ലാം നീ സ്പർശിക്കണം. എൻ്റെ കർത്താവ് വിവാഹം ഒത്തുവരാത്തൊരു കർത്താവ്, പുരുഷന്മാർ അനേകം മക്കൾ കർത്താവ് വിവാഹം ജീവിത പങ്കാളി കിട്ടാതെ വിഷമിച്ച് വേദനിച്ച് ജീവിക്കുന്നൊരു കർത്താവ്, അവരൊക്കെ എല്ലാ അനുഭവ ജീവിത പങ്കാളി നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിത മാർഗ്ഗങ്ങളിൽ നഷ്ടപ്പെട്ടവർ, വസ്തു വിൽക്കാനുള്ളവർ, വസ്തു എടുക്കാനുള്ളവർ, വീട് സ്ഥലം നഷ്ടപ്പെട്ടവർ, വീട് സ്ഥലം പുതുതായിട്ട് എടുക്കാനുള്ളവർ, കടങ്ങൾ പരിഹരിക്കാനുള്ളവർ, കർത്താവ് ലേലം, ചിട്ടി, ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക വിഷയങ്ങൾക്ക് കർത്താവ് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാം നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അന്നു വേണ്ട ആഹാരം എന്നുള്ള വലിയ കാര്യം അങ്ങ് സ്വർഗ്ഗസ്ഥനായ പിതാവ് പഠിപ്പിച്ച് പറഞ്ഞതുപോലെ അതിന് വേണ്ട ആഹാരവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങളെ കർത്താവ് അങ്ങ് സന്ധിക്കണമേ, ക്രമീകരിക്കണമേ, നിയന്ത്രിക്കണമെന്ന് കർത്താവ് അങ്ങ് നിൻ്റെ നിശ്ചയം അനുസരിച്ച് നടത്തുന്നത് അവർക്ക് ഗുണകരമായി മാറുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി. അത് ഉൾക്കൊള്ളാനുള്ള കൃപ നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യാത്രയെയും നിങ്ങളുടെ തിരിച്ചു വരവിനെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, റെസിപ്രോക്കൽ വേർഡെന്നും പറഞ്ഞ് നമുക്ക് ബൈബിളിൽ കുറേ തരം വാക്കുണ്ട്. ബൈബിളിലെ വചനങ്ങളിൽ ഇങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കീ വേർഡ് എന്ന് പറയും, താക്കോൽ വചനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വചനം, ഒരു താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പല മുറികൾ തുറക്കാവുന്ന, ഇപ്പോൾ ഒരു ഹോളിൻ്റെ അകത്ത് കുറേ മുറികളുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഹോളിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മുറികളിലും കയറാൻ പറ്റും. അതുപോലെയുള്ള കീ വേർഡുകളുണ്ട്. ഒരു വചനത്തിൻ്റെ ഓപ്പൺ സെൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഇനി മദർ വേർഡുണ്ട് ബൈബിളിൽ. മദർ വേർഡ് എന്ന് വെച്ചാൽ അമ്മ വചനങ്ങൾ. ചില വചനങ്ങൾ അമ്മ എന്താ ബ്രീഡ് ചെയ്യും അല്ലേ, ബ്രീഡിങ് വേർഡൊക്കെ ഉണ്ട്. ഒരു വചനത്തിൽ നിന്ന് പല വചനങ്ങൾ ഇങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ മക്കളായിട്ട് ഇങ്ങനെ ഉള്ള സാധർമ്യമുള്ള വചനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വചനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു വചനം എടുത്ത് നമുക്ക്, ഇപ്പോൾ നമ്മൾ അലോകിരിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ വീഡിയോ വരും. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ സിസ്റ്റർ വചനവും അതിൻ്റെ സൺ വചനവും ഒക്കെ നമുക്ക് കർത്താവ് തരും. അപ്പോൾ അതിനാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഷാഡോ വേർഡ് എന്ന് പറയുന്നത്. ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ ഒരു വസ്തു വേർഡ് പറഞ്ഞാൽ അതിൻ്റെ ഷാഡോ വേർഡ് ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയണേ, അതായത് ഇപ്പോൾ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ പതിവല്ലേ. അപ്പോൾ അതിൻ്റെ ഷാഡോ വേർഡ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് വസ്തു വേർഡാണ്. അപ്പോൾ അതിൻ്റെ ഷാഡോ വേർഡ് നിഴൽ വചനം എന്താണ്?
കർത്താവിൻ്റെ മനസ്സ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് നമ്മളുടെ അതിൻ്റെ ഒരു ഷാഡോ ഉണ്ടാവും, റെസിപ്രോക്കലായിട്ടുള്ള. ഇപ്പം എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ അടിമനസ്സുണ്ട്. എന്താണ്, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം, അതാണ് വിഷയം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഞാൻ ഇപ്പം നമ്മൾ തോന്നിയ മാസത്തിൽ ഇപ്പം നോൻപ് കാലമായതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കണം നോൻപ് കാലത്ത് ഇങ്ങനെ, നോൻപ് കാലം എന്തിനാണ് വെച്ചിരിക്കുന്നത്, എന്തിനാണ്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാലമാണ് നോൻപ് കാലം. എല്ലാ കാലത്തും കർത്താവിൻ്റെ കൂടെ നമ്മളുണ്ട്, അതല്ല, അതിനു വേണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണ്ടേ. നോൻപിന് പരിശോധിക്കേണ്ട വിഷയമാണത്. എന്താണ്, കാലത്തിന്റെ അവസാനം വരെ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 28:20. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കർത്താവിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്ക് നൽകുന്ന ആശംസയാണ്. പക്ഷേ അതിൻ്റെ ഷാഡോ ഇവിടെ എന്താണ്, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, കുറ്റമറ്റവനായിരിക്കണം. ഉൽപ്പത്തി 17:1 എന്താണ്, അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതാണ് വിഷയം. ദൈവത്തിന്റെ മനസ്സതാണ്. അപ്പോൾ ബോധവും ബുദ്ധിയും പരിശുദ്ധം നയിക്കപ്പെടുന്നതിന് അറിയണം, ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അതില്ലേ ജോഷുവ 1:9. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു മനസ്സാണത്. അപ്പം അതിൻ്റെ അകത്തുള്ള ഇപ്പം ഈശോ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ, ഈശോ എന്തെങ്കിലും നമുക്കൊരു പ്രോമിസ് ചെയ്താൽ, ഒരു ഡിമാൻഡ് ഉറപ്പാണ്. നമുക്കൊരു വാഗ്ദാനം തന്നാൽ കർത്താവ് ഒരു നിബന്ധനയും തരും. വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. പക്ഷെ എന്താ പ്രശ്നം, ഞാൻ കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരാ. അതുമായിട്ട് അവചനെടുത്തേ ലൂക്ക 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതായത് ദൈവം ഒരു വാഗ്ദാനം നമുക്ക് നൽകിയാൽ, ദൈവം നമ്മളിൽ നിന്ന് അതേ രീതിയിലുള്ള അതേ വോളിയമുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം കണക്കിലെടുക്കുന്നുണ്ടെന്ന് അറിയണം. അല്ലാതെ അതാണ് ഇപ്പോൾ തന്നെ ബി പെർഫെക്റ്റ് 5:48 മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇപ്പം ഏകപക്ഷികമായ അനുഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം നമ്മളിൽ നിന്ന് പേയ്മെൻ്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അടച്ചത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്, ദൈവം എവിടെ പോയാലും നമ്മളും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം ചിലപ്പോൾ കുരിശെടുക്കും, ദൈവം ചിലപ്പോൾ കാൽവരിയിലേക്ക് പോകും, അപ്പം നമ്മളും കൂടെ പോകണം. അപ്പം ഞാൻ ഉയർത്തുന്ന പിന്നെ മഹത്വം മാത്രം മതി എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉദ്ധാനത്തിലേക്ക് മാത്രമേ ഉള്ളൂ, ദൈവം കുരിശിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അയാൾ കമ്പത്തി വേറെ ഗോ. ചിലപ്പോൾ രോഗത്തിൻ്റെ ഒരു കാലം വരും, ചിലപ്പോൾ തള്ളിപ്പറച്ചിൻ്റെ ഒരു കാലം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഒറ്റ കൊടുക്കേണ്ട കാലം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ദൈവം കടന്നു പോകുന്ന അതിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു പോകണമെന്ന് മനസ്സിലാക്കണം. നോൻപ് കാലത്തും പീഡാനുഭവ കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എവിടെ പോയാലും ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുന്നത്. ജോഷുവ 1:9 പറഞ്ഞതിൻ്റെ അർത്ഥം, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന പോലെ ഞാൻ എവിടെ പോയാലും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ്. അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൻപ് കാലം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ. ഏത് കാലാവസ്ഥയിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി വിശ്വാസം, വിശ്വസ്തതയും പ്രത്യാശയും നമുക്ക് വേണം. നോൻപ് ഇതുപോലെയുള്ള പുണ്യങ്ങൾ ആർജിക്കേണ്ട ഒരു കാലമായി മാറട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആരാധിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആത്മബന്ധമാണ് ആരാധനയുടെ അസ്ഥിവാരം. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളത് ഓർക്കണം. കർത്താവ്, എന്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു? കാരണം എനിക്ക് ആരാധിക്കാൻ അവകാശമുണ്ട്, അർഹതയുണ്ട്. കാരണം എൻ്റെ ആത്മനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവൻ മരണത്തെ വീണ്ടെടുത്ത് എനിക്ക് പകരക്കാരനായി മരിച്ച് ശിക്ഷ വാങ്ങിച്ച് എൻ്റെ വീണ്ടെടുപ്പിനും ഉയർത്തെഴുന്നേൽപ്പിനും നിത്യായുസ്സിനു വേണ്ടി
അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഏക മധ്യസ്ഥനും ഏകരക്ഷകനുമായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് ആരാധിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കുറച്ച് പേടികളുള്ള ആളാണ് ഞാൻ. ആരാധനാ സമൂഹത്തിന് വരുന്ന അബദ്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് പേടി വരുന്നത്. ആരാധനാ സമൂഹം അതിൻ്റെ അബദ്ധങ്ങൾ തിരുത്തിയാൽ കർത്താവുമായിട്ട് ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്താ കാരണം എന്നറിയാവോ? കർത്താവിനെ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം, ആ ബന്ധത്തിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ നിലനിൽപ്പ്, അതെല്ലാം ആ ബന്ധത്തിൻ്റെ എല്ലാം. ഇപ്പോൾ ഒരു പാലമാണെങ്കിൽ ഒരറ്റം നമ്മൾ റോഡിൽ ആ ജലാശയത്തിൻ്റെ ഇപ്പുറത്തും ഒരു അറ്റം അപ്പുറത്തുമായിരിക്കും. പക്ഷേ ആരാധനയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ വരുമ്പോൾ എപ്പോഴും പാലം പോലെയല്ല അത്. അതിൻ്റെ എല്ലാം അന്തിമ തീരുമാനം എല്ലാം കർത്താവിൻ്റെതാണത് മുഴുവനും. ചില സമയത്ത് ഇപ്പോൾ ഞാൻ എന്തെങ്ങനെ പറയണമെന്ന് അറിയാമോ? എന്നൊക്കെ മനസ്സിലായില്ലേ? കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിച്ചത് ലളിതമായിട്ട് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊരു വിഷയത്തിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ചില സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര ഒരു ഉത്തരം താമസിക്കും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? എപ്പോഴും ബൈബിള് പരിശോധിക്കുമ്പോൾ എപ്പോഴും അവസാനം നടപടിക്ക് വെക്കുന്നത് ആരുടെ കാര്യത്തിലായിരിക്കും? ജനക്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ഭയങ്കര സ്പീഡാണ്. പക്ഷെ സ്വന്തക്കാരുടെ കാര്യത്തിലൊക്കെ കർത്താവ് ഇത്തിരി താമസിക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് താമസിക്കുന്നുണ്ടെന്ന് വേണേൽ പറയാം. ജനക്കൂട്ടത്തിന് വിശന്നപ്പോൾ തന്നെ അപ്പമെടുത്ത് കർത്താവ് ആശീർവദിച്ച് കൊടുത്തു. കാനായിൽ കല്യാണത്തിന് വിഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ വെള്ളം വിഞ്ഞായി കൊടുത്തു. എല്ലാം സ്പീഡാണ്. ജനക്കൂട്ടത്തിൻ്റെ താനുമായിട്ട് വലിയ പേഴ്സണൽ ബന്ധമൊന്നുമില്ല, അതേസമയം തന്നെ താനുമായിട്ട് ഒരു നൈയാമികമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം കർത്താവ് സ്പീഡാണ് ശരിക്കും. പക്ഷേ സ്വന്തപ്പെട്ട ആൾക്കാരുടെ കാര്യം വരുമ്പോൾ കർത്താവ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കണ കാണാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയണതല്ല. ഈ ബൈബിൾ നോക്കുമ്പോൾ എനിക്ക് തോന്നണ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കണ്ടുമുട്ടാവുന്ന ഒരു വിഷയമാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 4 യാമം, 4 എന്നുള്ള വാക്ക് ബൈബിളിൻ്റെ രസകരമായ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ്. അവൻ രാത്രിയുടെ 4 യാമത്തിൽ, ഇപ്പം ഈ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ബെത്സയിദയിലേക്ക് മറുകരയ്ക്ക് പോകുന്ന സമയമില്ലേ, അപ്പം വർദ്ധിപ്പിച്ച രാത്രി, അപ്പം വർദ്ധിപ്പിച്ച ഒരു വൈകുന്നേരമാണ്. ആ 5 അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ കാര്യത്തിൽ അപ്പോസ്തലന്മാർ വന്ന് ആവരാതിപ്പെട്ടപ്പോൾ തന്നെ എമർജൻസിയായിട്ട് ആക്ഷൻ ഉണ്ടായി. അവരെ പറഞ്ഞു വിടാനാണ് അപ്പോസ്തലന്മാർ പറയണത്. പക്ഷേ ഈശോ പറഞ്ഞു വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ലൈനിങ് ആയിട്ടുള്ള ഇടപെടലുണ്ടായി. അവിടെ വെച്ച് തന്നെ അതിന് സമാധാനം ഉണ്ടാകും ജനങ്ങളുടെ കാര്യത്തിന്. പക്ഷേ സ്വന്തപ്പെട്ടവരുടെ കാര്യം വന്നപ്പോൾ, തന്നോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം വന്നപ്പോൾ സഹായിക്കാൻ ചെന്നപ്പോൾ 4 യാമമായിപ്പോയി. എന്താ വെച്ചാൽ ഇവർ ബെത്സയിദയിലേക്ക് പോകുകയല്ലേ. ദാറ്റ് മീൻസ് ബെത്സയിദ നമുക്കറിയാം തെക്ക് വടക്കാണ് ഈ ഗലീല കടൽ കിടക്കണതേ. അതിൻ്റെ തെക്ക് കിഴക്ക് വശത്താണ് ബെത്സയിദ എന്ന് പറയുന്ന പട്ടണം. അപ്പോൾ ഇവർ കഫർനാമിൽ നിന്ന് പടിഞ്ഞാറുന്ന് വന്നാലും അവിടെ ഇത്തിരി വീതി കുറവുള്ള സ്ഥലമാണ് ബെത്സയിദക്ക് ഓപ്പോസിറ്റുള്ള കടലേ.
അവർ 6 കിലോമീറ്ററൊക്കെ ഉള്ളു. സാധാരണ 8 കിലോമീറ്റർ വരെ വരണതാണിത്. അപ്പോൾ ഈ 6 കിലോമീറ്റർ ഇവർ കിഴക്കോട്ട് ബെത്സയിദയിലേക്ക് പോവുകയാണ്. അത് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ പോകാൻ പറ്റും. കാര്യം 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇവർ 3 മണിക്കൂറല്ല എടുക്കണത്. 7, 5, 12, 3. അപ്പോൾ 5, 3, 8 മണിക്കൂറോളം എടുക്കുന്നുണ്ട് ഇവർ മൊത്തം. കാര്യം രാത്രി 4 ആമോ എന്ന് പറയുമ്പോൾ ഈശോ അപ്പോഴാണ് ഇവിടെ അടുത്തേക്ക് കടലിൽ മീതെ ചെല്ലണത്. ആ സമയം എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞാണ് ഈശോ ഇവിടെ അടുത്ത് എത്തുന്നത്. വേണമെങ്കിൽ കർത്താവിന് നേരത്തെ എത്താമായിരുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. ചില വിഷയങ്ങൾ 4 യാമം വരെ കർത്താവ് കാത്തു നിൽക്കുന്നു. സ്വന്തം അരുമ സന്താനങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വെച്ച് താമസിപ്പിക്കൽ കുറച്ച് കൂടുതലാണ് കർത്താവിന്. ഇത് കർത്താവുമായിട്ട് ഇടപെടുമ്പോഴേ ഇത് രീതികളെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനത് നിങ്ങളോട് പറയത്തില്ല. ഇത് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം രാത്രിയുടെ 4 യാമം 6:38 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. രാത്രിയുടെ 4 യാമത്തിൽ അവൻ അവരുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ 4ാമത്തെ യാമം വരെ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് നമുക്ക് സംശയം തോന്നും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പതുക്കെ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളത് ധ്യാനിച്ചിരിക്കണം. നമ്മൾ വളരെ ഗൗരവപരമായ ഒരു ജീവിത പ്രശ്നങ്ങൾ നമ്മൾ കർത്താവിൻ്റെ പ്രകൃതി പരിശോധിച്ചുകൊണ്ട് ആധ്യാത്മിക പരിഷ്കാരം, ആധ്യാത്മിക പ്രബുദ്ധത വളർത്തുകയാണ്. ആധ്യാത്മിക പ്രബുദ്ധത പ്രധാനപ്പെട്ടൊരു ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് പഠനവും ദൈവവചന പഠനവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ. ഇപ്പോൾ നമ്മളിന്ന് 6:48 കണ്ടില്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. എന്താണ്? രാത്രിയുടെ 4 യാമത്തിലാണ് അവൻ അപ്പോസ്തലന്മാരുടെ ഇടയ്ക്കൊക്കെ വന്നത്. ഇതുപോലെ രസകരമായ വചനമുണ്ട്. അവൻ എവിടെയാണ് അടക്കിയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലാസറിൻ്റെ പെങ്ങൾ മാർത്ത പറയും, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, അവൻ മരിച്ചിട്ട് 4 ദിവസമായല്ലോ. അവിടെ 4 11:39 യോഹന്നാന്റെ സുവിശേഷം. അതും വെച്ച് താമസിപ്പിച്ചതാണ്. അതും താമസിച്ചതാണ്. അത് ശരിയല്ലേ അച്ഛൻ പറയണത്? അവിടെ 4. അത് വേണമെങ്കിലും കർത്താവിന് വേണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു 2 കാര്യങ്ങളും. അപ്പോൾ ദൈവം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് മൈ പോയിൻ്റ്. വേണമെങ്കിൽ കർത്താവിന് ഈ 2 കേസുകളും നേരത്തെ ചെയ്യാമായിരുന്നു. ശരിയല്ലേ? പിന്നെന്താ? കർത്താവ് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കർത്താവ് ഒരു കാര്യം വേണ്ടെന്ന് വെക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റർ റീസൺ. അതതിൻ്റെ വിഷയം. കർത്താവ് ഒരു വിഷയം വെച്ച് താമസിപ്പിക്കുമ്പോൾ യു ക്യാൻ എക്സ്പെക്റ്റ് എ ഗ്രേറ്റർ മിറക്കിൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നീ ഇടപെടാതെ പോയിട്ടുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും എന്നിൽ ദൈവസ്നേഹവും അഭിഷേകമായി നൽകണമേ. ഓ ആരാധനേ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെവരെ ഈ ആരാധനാ പ്രകടനമൊക്കെ ചെല്ലുമ്പോഴേ ചങ്കെ കൊണ്ട് ചെല്ലണം, അല്ല ചുണ്ടേ കൊണ്ട് ചെല്ലരുത്. ചങ്കെ കൊണ്ട് ചെല്ലിയാൽ മാത്രമേ കർത്താവിനത് തൊടത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ആരാധന പ്രകടനം കേൾക്കുമ്പോൾ കൈ നെഞ്ചത്ത് വെച്ച് നിങ്ങളും പറയണം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ എവിടെയാണ് നിൽക്കണതെന്ന് നോക്കണം. അടുക്കളയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും യാത്രയിലായിരിക്കും, വണ്ടിയിലായിരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. കൈ നെഞ്ചത്ത് വെച്ച് പറയണം, കാര്യം നീ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഓർത്തേക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ, അങ്ങേ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവനെ അടിപ്പിടുന്ന പോലെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. നമ്മുടെ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, ഹൃദയങ്ങളെ സ്പർശിക്കണ കർത്താവേ, ആളുകളെ ഹൃദയങ്ങളെ കർത്താവേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, ഈ വെച്ച് താമസിപ്പിക്കണ പോലെ തന്നെ കർത്താവിൻ്റെ ഒരു പ്രകൃതമാണ് പരീക്ഷണം. പ്രകൃതമല്ല, പരീക്ഷണം ആണ്. അവഗണിക്കുന്നതായിട്ട് ഭാവിക്കുക. ഇത് നമ്മൾ നേരത്തെ ധ്യാനിച്ച വിഷയമാണ് ഒരു 2 ആഴ്ച മുമ്പ്. ഞാനിപ്പോൾ ഈ വെച്ച് താമസിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴേ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരണമെന്നറിയാവോ? യു മസ്റ്റ് ഹാവ്, അതായത് കർത്താവുമായി നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പ്രത്യാശയില്ലാതെ നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രം പോരാണ്ട് വരും. ഇപ്പം നമ്മളെ പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവേ കർത്താവുമായിട്ട് ജീവിക്കാനുള്ള പ്രത്യാശ തരണമേ. ഒന്ന് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ, ആത്മാവേ കർത്താവിൻ്റെ ആത്മാവേ യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഈശോക്ക് ഇങ്ങനെ അവഗണിക്കണ പോലെയുള്ള ഇങ്ങനെ ഭാവിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മളെ അവഗണിച്ചു, ഒഴിവാക്കി, എൻ്റെ പാപം കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണൊക്കെ ചിന്തിച്ച് നമ്മളുടനെ പ്രാർത്ഥനയിൽ ഡൗൺ ആകും. അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരം അത്. കർത്താവ് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ വായിച്ച സുവിശേഷമില്ലേ, മർക്കോസിൻ്റെ 6-ാം അധ്യായം, അവിടെ എന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാ. ഇത് ആവർത്തിക്കുന്ന കണക്കാക്കരുത്. നമ്മളൊന്ന് ഈ ഒരു വിഷയവുമായിട്ടൊന്ന് കൂട്ടുവെച്ച് നോക്കുകയാണ്, ധ്യാനിച്ച്. അതായത് അവർ കർത്താവ് 4-ാം യാമത്തിലാണ് വന്നതെങ്കിലും അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് കിടക്കണത്. 6:48 മൈദിയടില്ല, അവരെ കടന്നു പോകാൻ. ഈ വിശ്വാസ ജീവിതം മക്കളെ, വിശ്വാസം, ഫെയ്ത്ത് ഈസ് എ ചാലഞ്ച്. വിശ്വാസം ഒരു വെല്ലുവിളിയാണ് ശരിക്കും. ദൈവത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും പ്രകൃതി മാറ്റങ്ങളെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ വിശ്വാസിക്ക് കഴിയണം. ആ കഴിവ് വിശ്വാസി ആർജിക്കണത് എങ്ങനെയാണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? അത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ശരിക്കും കഴിവുണ്ടാക്കണത്. ഇപ്പം നമ്മൾ യോഹന്ന 1:12 വായിക്കണില്ലേ? എന്താ വായിക്കണേ? അതായത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി, എബിലിറ്റി എന്താണത്? ലവ്. ദൈവത്തെ സ്നേഹിക്കുന്നത് ഒരു കഴിവാണ് ശരിക്കും. അങ്ങ് ആ കഴിവ് നമ്മൾ സ്നേഹിച്ചാണ് ആർജിക്കണത്. ആ കഴിവ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാണ് ആർജിക്കണത്.
അപ്പോൾ ആർജിക്കുന്ന കാരണം ശരിക്കും നമുക്ക് ആ ദൈവസ്നേഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു പരാതിയില്ല, അവഗണിച്ചാലും പ്രശ്നമില്ല. കർത്താവ് കടന്നു പോയാലും നമുക്ക് പ്രശ്നമില്ല. എന്താ? കാരണം സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. 1 കൊരിന്ത്യർ 13:7 നമ്മൾ വായിക്കത്തില്ലേ? സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ അല്ലേ, 13:7, 1 കൊരിന്ത്യർ 13:7 എന്താണ് നമ്മൾ അതായത് സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. അത് കാരണം കർത്താവ് അവഗണിച്ചാലും നമുക്ക് നല്ല വിശ്വാസമാണ്. അപ്പോഴും നമ്മളെ കർത്താവ് നമ്മൾ അവഗണിക്കും. കാര്യം ഇപ്പോഴ് എമ്മാവസ്ഥയ്ക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? അതും അവഗണിക്കുക. സന്ധ്യ വരെ അവിടെ കൂടെ നിൽക്കുക. സന്ധ്യ ആയപ്പോൾ കാല് ഇറങ്ങി. സന്ധ്യ വരെ അവിടെ കൂടെ ഉണ്ടായിരുന്നതാണേ. സന്ധ്യ ആയപ്പോൾ ഉണ്ട് ആൾ കടന്നു പോകാൻ ഭാവിച്ചു എന്നല്ലേ പറയണത്. 24:28 ലൂക്കായുടെ സുവിശേഷം 24:28 അവർ കടന്നു പോകാൻ ഭാവിച്ചു. അവിടെയും ഭാവിക്കലാണ് വരുന്നത്. ശരിക്കും അങ്ങനെ ഭാവിക്കുന്നത്, കടന്നു പോകാൻ ഭാവിക്കണത്, അവഗണിക്കണത് കർത്താവിൻ്റെ ഒരു ആധ്യാത്മിക പരിശീലനത്തിൻ്റെ ഭാഗമാണ്. എല്ലാം പരിശീലനമാണ്. ശിഷ്യത്വത്തിൻ്റെ പണിയാലയിലാണ് ഈ അപ്പോസ്തലന്മാർ 24 hours തൊട്ട പരിശീലനമാണ്. ഒരു റെസ്റ്റുമില്ലാത്ത ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ആദ്യം തിയറി പറയും, പിന്നെ പ്രാക്ടിക്കൽ വരും. എപ്പോഴും വേണമെങ്കിലും വരാം. ഐ ആം ദി ലൈഫ് ആൻഡ് റിസറക്ഷൻ എന്ന് പറയും 11:25. ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന് പറയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അത് പ്രസ്താവനയാണ്. ആ പ്രസ്താവന, ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് എക്സ്പോസ് ചെയ്തിട്ട് അതിൻ്റെ വിഷ്വൽ കാണിക്കും. ലാസ്റ്റ് ഉയർപ്പിച്ചുകൊണ്ട്. എല്ലാം ഇങ്ങനെയാണ് കർത്താവ് ചെയ്യണത്. എല്ലാം ഇങ്ങനെ ചെയ്യണത്. എപ്പോഴും പരിശീലനത്തിലായിരിക്കും അപ്പോസ്തലന്മാർ. അതിൽ അവൻ രഹസ്യമായി ആയിരുന്നു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയത്തില്ലേ? അപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കണത് തുടരുകയാണ് ശരിക്കും. അപ്പോൾ ഈ പഠിക്കുന്നവർക്ക് എന്തിനാണ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാ? നമ്മൾ പരിഭ്രാന്തരാകും ചിലപ്പോഴേ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, അങ്ങനെ ഒരു വചനമില്ലേ കർത്താവ്, അതായത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താണ് അനുകമ്പ തോന്നാൻ കാരണം? ഇപ്പോഴ് അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നെന്ന്. ഇടയനില്ലാത്ത ആടുകളുടെ പ്രശ്നം എന്താണ്? അവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അതാണ് മർക്കോസിൻ്റെ, നമ്മൾ മത്തായിയുടെ സുവിശേഷമില്ലേ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്വസ്തം സ്വസ്തം, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ 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 ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഇപ്പം നമ്മൾ കണ്ട വചനമാണത്. അതായത് ജനക്കൂട്ടത്തെ, ഈ മത്തായിയുടെ സുവിശേഷം 9:36 അല്ലേ? എന്താണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താ കാരണം? ആ ജനങ്ങളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളെപ്പോലെ പരിഭ്രാന്തരായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. എപ്പോഴും വരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. അപ്പോൾ പരിഭ്രാന്തി വരും. പിന്നെ എന്താണ് പരിഭ്രാന്തിയുടെ അവസാനം? എന്താ? നിസ്സഹായത. അപ്പോൾ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണത്, പരിഭ്രാന്തതയും നിസ്സഹായതയും. നമുക്കൊക്കെ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് എന്താ ചെയ്യണത്? നമ്മൾ മർക്കോസ് 6:34 വായിക്കുമ്പോൾ എന്താണ് കർത്താവ് ചെയ്തതെന്ന് മനസ്സിലാകും. ഈ പരിഭ്രാന്തത മാറ്റാൻ, അതുപോലെ തന്നെ ഈ നിസ്സഹായത മാറ്റാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? അവൻ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. കണ്ട മർക്കോസിൻ്റെ സുവിശേഷം 6:34. അപ്പോൾ കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കണവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ട്. എന്തിനാ? ജോലി കിട്ടാൻ. എന്തിനാണ്? ജീവിക്കാൻ, അല്ലേ? 10 പൈസ സാലറി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാ? സാലറി കിട്ടാനില്ല. ബൈബിൾ പഠിക്കണത് എന്തിനാ? പരിഭ്രാന്തത മാറ്റാൻ, നിസ്സഹായത മാറ്റാൻ.
അതാണ് പല കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു എന്ന് പറയണത്. അപ്പോൾ ബൈബിൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ 9:36 അനുസരിച്ചുകൊണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 6:34 അനുസരിച്ചുകൊണ്ട് കർത്താവേ എന്റെ ആകുലതകളെ, പരിഭ്രാന്തത മാറ്റി, എന്റെ സഹായത മാറ്റി, അത് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നൽകാനത് വചനമാണെങ്കിൽ ആ വചനം അതിനു വേണ്ടി പഠിക്കാനുള്ള ഉത്കർഷം നൽകണമേ. എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയിൽ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും നമ്മളെ മർക്കോസിൻ്റെ സുവിശേഷം കണ്ടില്ലേ, 6:34 കണ്ടില്ലേ, അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കണ്ടില്ലേ, 9:36 കണ്ടില്ലേ. എന്താണ് പരിഭ്രാന്തത, നിസ്സഹായത? അതിനു വേണ്ടിയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്, വചനങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം നമ്മൾ അറിയണം. നമ്മുടെ പരിഭ്രാന്തത മാറാനും ഇടയൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഇടയൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് വചനങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ എന്താ കാര്യം വെച്ചാൽ, ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും? പരിഭ്രാന്തത മാത്രമല്ല വരണത്. ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ പോണത് എന്താണ്? ദൈവത്തിൻ്റെ ബോധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിച്ചാൽ ഉണ്ടാകാൻ പോണത് എന്താണ്? മ്ലാനതയുണ്ടാവും. അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പറ്റിയത്. മ്ലാനതയില്ല അവർക്ക്. ഇപ്പോൾ 24:17 അവർക്ക് മ്ലാനതയുണ്ടായി. ഇപ്പോൾ 9:36 അപ്പോസ്തലന്മാരെ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴേ കർത്താൻ അനുകമ്പ തോന്നാൻ കാര്യം അവർ പരിഭ്രാന്തരും നിസ്സഹായരായിരുന്നു. ഈ പരിഭ്രാന്തയും നിസ്സഹായതയും തന്നെയാണ് ഈ മർക്കോസിൻ്റെ മത്തായിയുടെ 9:36 അനുസരിച്ചുള്ള പരിഭ്രാന്തതയും നിസ്സഹായതയും തന്നെയാണ് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 24:17. എന്താണ്? മ്ലാനത. രണ്ടും വിഷയം എന്താണ്? ഇടയൻ നഷ്ടപ്പെട്ടു. ഈ സുവിശേഷ ഭാഗങ്ങൾ ഭയങ്കര ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ധ്യാനിച്ചെടുത്തതാണ്, കർത്താവ് തന്നതാണ്. അതായത് ഒരു സ്ഥലത്ത് ഇടയൻ നഷ്ടപ്പെട്ടു, അവർ പരിഭ്രാന്തയും നിസ്സഹായതയുമായി. മർക്കോസ് 9:36, അതുപോലെ മത്തായി 9:36, മർക്കോസിൻ്റെ 6:34. ഇപ്പോഴെവിടെ എന്താ? നമ്മൾ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് തന്നെ അവർക്ക് ഇടയൻ നഷ്ടപ്പെട്ടതാ, ഇടയൻ മരിച്ചു. ആ ക്ലയോഫാസിൻ്റെ ഭാര്യ കുരിശിൻ്റെ ചുവട്ടിൽ മെനയെന്ന് നിന്നിരുന്ന ആളാണ്. ആ കക്ഷി വരെ ഇപ്പോൾ വണ്ടി വിടുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, കർത്താവിനെ ഉപേക്ഷിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഗുഡ് ബൈ പറയുക മാത്രമല്ല, ദൈവവിശ്വാസം നഷ്ടപ്പെടുക, കർത്താവിൻ്റെ ദൗത്യത്തിൽ സംശയം തോന്നുക, സ്വന്തം വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടിയുള്ള തിരിച്ചോട്ടമാണ് നടത്തുന്നത്. ശിഷ്യന്മാരിങ്ങനെ ചെയ്യും. വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ അതുകൊണ്ട് അവർ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവരെന്താ പറയണത്? 24:17 ലൂക്കാസ് സുവിശേഷം, അവർ മ്ലാനവദനരായിരുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥയാണല്ലോ മുഖത്ത് കാണുന്നത്. മ്ലാനവദനരായിരുന്നു. ഇനി കർത്താവിൻ്റെ ദൗത്യം എന്താണ്? ഇവിടെ പഠിപ്പിക്കുകയല്ല ചെയ്യണ കർത്താവ്, പഠിപ്പിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിക്കും. അതാണ് അവർ പറയണത്. കർത്താവ് കൂടെ നടന്നിട്ട് വചനങ്ങളെ വ്യാഖ്യാനിക്കും. അപ്പം നമുക്ക് പഠനവും വേണം, വ്യാഖ്യാനവും വേണം. വെറുതെ വ്യാഖ്യാനമല്ല, ജീവിതബന്ധിയായ വ്യാഖ്യാനം വേണം. പഠനവും വേണം, കർത്താവിൻ്റെ പഠനവും വേണം, അത് വചനത്തിൻ്റെ പഠനവും വേണം, അതേസമയം തന്നെ വ്യാഖ്യാനവും വേണം. വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 24:25 സംഭവിക്കും. ലുക്കായുടെ സുവിശേഷം 24:25 അവൻ ദൈവവചനം വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് ഈ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്? ഇവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അങ്ങനെയുള്ളവർ കർത്താവ് വചനം പഠിപ്പിക്കും. പിന്നെ ഇടയെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കും. അപ്പോൾ വ്യാഖ്യാനം പ്രധാനപ്പെട്ട ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, നെബൂഖദ്നേസറൊക്കെ വിളിക്കുമ്പോൾ വ്യാഖ്യാനിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണെന്ന് പറയും. ആര് പറയും? ദാനിയേൽ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണ്. അത് ശരിയാണ് സംഭവം. അതാണ് ഇപ്പോൾ 24:25 നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ. ദൈവത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും.
മ്ലാനവചനായിട്ടുള്ള ഹൃദയം ജ്വലിക്കും, പരിഭ്രാന്തരുടെ ഹൃദയം ജ്വലിക്കും, നിസ്സഹായുടെ ഹൃദയം ജ്വലിപ്പിക്കും. കർത്താവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ.